മണിയൻ അന്ന് ആദ്യമായിട്ടാണ് കൊളമ്പനെ നേരിട്ട് കാണുന്നത്. അതും മണിയൻ്റെ ഭാര്യയുമായി അന്ന് കാളവണ്ടിയിൽ ആ കാട്ടുപാതയിലൂടെ പോകുന്ന സമയത്ത്. മണിയൻ്റെ ഭാര്യ അന്ന് നിറഗർഭിണിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ വിശ്വാസമനുസരിച്ച് പൂർണ്ണ ഗർഭിണികൾ പ്രസവിക്കാനായി ഈറ്റില്ലത്തിലേക്ക് പോകുന്ന സമയത്ത് കൊളമ്പൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നായിരുന്നു ആ ഗ്രാമത്തിലെ വിശ്വാസം. ഒരു വിചിത്രമായ മനുഷ്യരൂപം പ്രാപിച്ച കാലുകളിൽ കുളമ്പുകളുള്ള ഒരു വിചിത്രമായ ഒരു രാക്ഷസന്റെ കഥ പറയാം. അതിനെ നാട്ടുകാരെല്ലാവരും കുളമ്പൻ എന്ന് വിളിച്ചു. മരിച്ചിട്ടും കാത്തിരിക്കുന്നവരുടെ ലോകത്തേക്ക് പോകാം. പെട്ടെന്ന് ഭക്ഷണം കഴിച്ചോ, അല്ലെങ്കിൽ കുളമ്പൻ നിന്നെ കൊണ്ടുപോകും. അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുമ്പോൾ പറഞ്ഞിരുന്ന ഒരു ഭയപ്പെടുത്തുന്ന കഥ. അത് കേട്ട ഉടനെ തന്നെ കുഞ്ഞുങ്ങൾ മുഴുവൻ ഭക്ഷണവും അകത്താക്കുമായിരുന്നു. കാരണം കുളമ്പനെ ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാർക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ഭയമായിരുന്നു. എന്നാൽ കുളമ്പൻ അങ്ങനെ എല്ലാവരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടാറില്ല. വളരെ അപൂർവമായി കുളമ്പന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആരുടെയെങ്കിലുമൊക്കെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. അതിൽ മിക്കവാറും പ്രത്യക്ഷപ്പെടുന്നത് നിറഗർഭിണികളുമായി കാട്ടുവഴിയിലൂടെ പോകുന്ന സമയത്താണ്. അന്ന് മണിയന്റെ ഭാര്യയ്ക്ക് പ്രസവവേദന തുടങ്ങിയിട്ട് മണിക്കൂറുകൾ ഏറെ കഴിഞ്ഞിരുന്നു. മണിയന്റെ അമ്മ ഒരുപാട് തവണ മണിയനെ അറിയിക്കാനായി ആളെ വിട്ടെങ്കിലും മണിയനെ എത്തിച്ചേരാൻ കുറച്ച് വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെ വയറ്റാടിയുടെ കയ്യിൽ നിന്നും ആ പ്രസവം കൈവിട്ടു പോയിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള പ്രസവ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന ആവശ്യപ്രകാരം അന്ന് രാത്രി മണിയൻ തൻ്റെ ഭാര്യയുമായി, നിറഗർഭിണിയായ തൻ്റെ ഭാര്യ ഇന്ദുവുമായി ഒരു കാട്ടുവഴിയിലൂടെ പോകാൻ തീരുമാനിച്ചു. ആ ഒരു പാത മാത്രമേ അവർക്ക് എളുപ്പത്തിൽ എത്താനുണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ളത് ഒരു കടവായിരുന്നു, ഒരു കായലിൻ്റെ മുകളിലൂടെ തോണിയിലുള്ള യാത്ര. എന്നാൽ ഈ നിറഗർഭിണിയായ തൻ്റെ ഭാര്യയെ വെച്ച് മണിയന് അത്രയും ദൂരം തോണി തുഴയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മണിയൻ തൻ്റെ ഭാര്യയുമായി മണിയൻ്റെ സ്വന്തം കാളവണ്ടിയിൽ ആ ഒരു കാട്ടുപാതയിലൂടെ പോകാൻ തീരുമാനിച്ചു. ആ ഗ്രാമത്തിലെ ഏറ്റവും കൊടൂരമായ വനപ്രദേശമായിരുന്നു ആ ഒരു കാട്ടുപാത. വന്യമൃഗങ്ങളെക്കാൾ അവർക്ക് പേടി കൊളമ്പനെയായിരുന്നു. മനുഷ്യൻ്റെ ഉടലും മൃഗത്തിൻ്റെ കാലുകളുമുള്ള ആ ഒരു കൊളമ്പനെ, അല്ലെങ്കിൽ ആ ഒരു വിചിത്ര രൂപത്തെ അവരെല്ലാവരും പേടിക്കുമായിരുന്നു. കാരണം കൊളമ്പൻ ആരുടെയെങ്കിലും മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും അവൻ ഒരു ജീവനെങ്കിലും കൊണ്ടേ മടങ്ങുമായിരുന്നുള്ളൂ എന്നാണ് കഥ പറയുന്നത്. കാരണം കൊളമ്പൻ്റെ ആയുസ് എന്നത് ഒരു മനുഷ്യരക്തത്തിൽ ഒതുങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലും കൊളമ്പന് മനുഷ്യരക്തം നൽകുന്ന ഊർജം ഒരുപാടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ആ ഗ്രാമത്തിൽ വന്ന് നിറഗർഭിണികളുടെ വയറ് പിളർന്ന് അതിനകത്തെ കുഞ്ഞുങ്ങളുടെ ചോര കൊളമ്പൻ ഊറ്റിക്കൊടിക്കുമായിരുന്നു. അതായിരുന്നു കൊളമ്പന്റെ ആയുർ രഹസ്യം. അമരത്വം വരമായി ലഭിച്ച കൊളമ്പന് അമരത്വം നിലനിൽക്കണമെങ്കിൽ വർഷത്തിൽ 2 തവണയെങ്കിലും മനുഷ്യരക്തം കുടിച്ചേ മതിയാവും. അത് ഒരു മനുഷ്യന്റെ രക്തം മാത്രമായിരുന്നില്ല, നിറഗർഭിണിയുടെ വയറിനകത്തെ പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കുഞ്ഞിൻ്റെ രക്തമായാൽ അത്രയും ബലവാനാകുമായിരുന്നു കൊളമ്പൻ. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലെ ഓരോ ഗർഭിണികളുടെയും പേടി സ്വപ്നമായിരുന്നു കൊളമ്പൻ. അങ്ങനെ അന്നത്തെ രാത്രി കൊളമ്പനെ ആദ്യമായി മണിയൻ കണ്ടു. തൻ്റെ ഭാര്യ കാളവണ്ടിയിൽ നിന്ന് പ്രസവവേദന കൊണ്ട് പുളഞ്ഞിരിക്കുന്ന സമയത്താണ് കാട്ടുവഴിയിലെ ചില്ലകളിൽ എന്തോ ഒന്ന് പാറി വന്നിരിക്കുന്ന ശബ്ദം കേട്ടത്. എന്നാൽ മണിയന് തനിക്ക് മുന്നിൽ തൻ്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ മാത്രമേ ചിന്തിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് കൊളമ്പൻ മുന്നോട്ട് കാളവണ്ടി ചലിപ്പിച്ചു. എന്നാൽ മണിയന്റെ കാളകൾ അല്പം മുന്നോട്ട് നീങ്ങാൻ അമാന്തിച്ചു. കാരണം മൃഗങ്ങൾക്ക് പ്രേതഭൂത പിശാചുക്കളെ കുറിച്ച് നേരത്തെ മുൻകൂട്ടി കാണാനുള്ള കഴിവുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. മണിയന്റെ കാളകൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ അമാന്തിച്ചു. ആ ഒരു കാട്ടുവഴിയിലെ നടുവിൽ അവർ കുടുങ്ങി നിന്നു. ആ സമയത്താണ് മരത്തിൽ നിന്നും താഴേക്ക് ചാടി വീണ കുളമ്പനെ ആദ്യമായി മണിയൻ കണ്ടത്. അതിൻ്റെ രൂപം വളരെ വിചിത്രമായിരുന്നു. ഒരു കണ്ണ് ചുവന്ന നിറത്തിൽ, മറുകണ്ണ് കറുത്ത നിറത്തിൽ, മനുഷ്യനോട് സാമ്യമുള്ള മുഖം, മനുഷ്യൻ്റേതെന്ന് തോന്നിപ്പിക്കുന്ന ഉടൽ. എന്നാൽ
താഴേക്ക് നോക്കുമ്പോഴായിരുന്നു ആ പേടിപ്പെടുത്തുന്ന കാഴ്ച കണ്ടത്. ആ രൂപത്തിന് കാലുകളിൽ കുളമ്പായിരുന്നു, ഏകദേശം ഒരു കുതിര കുളമ്പ് പോലെ. ആ ഒരു ശബ്ദം ഒരു കുതിര പാഞ്ഞെടുക്കുന്ന പോലെയുള്ള കുളമ്പടി ശബ്ദം പോലെ മണിയന് കേട്ടുകൊണ്ടേയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ആ കാഴ്ച മണിയൻ കണ്ടുകൊണ്ടിരുന്നത്. തനിക്ക് മുന്നിൽ പറന്നിറങ്ങിയ കുളമ്പൻ തൻ്റെ ഭാര്യയുടെ ഉദരത്തിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. മണിയൻ ആ കാഴ്ചയിൽ നിന്ന് ഭാര്യയെ മനഃപൂർവ്വം മറയ്ക്കാൻ ശ്രമിച്ചു. എന്നാലും കുളമ്പന്റെ നോട്ടം ആ ഉദരത്തിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ഇന്ദു അവിടെ പ്രസവിക്കുകയാണെങ്കിൽ കുളമ്പൻ അവിടെ നിന്നും പോകുമായിരുന്നു. പ്രസവിച്ചതിന് ശേഷമുള്ള കുഞ്ഞുങ്ങളുടെ രക്തം കുളമ്പന് ഇഷ്ടമുണ്ടായിരുന്നില്ല. കുളമ്പനിഷ്ടം വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് ആ വയറ് പിളർന്ന് അതിനകത്ത് നിന്നും എടുക്കുന്ന ആ കുഞ്ഞിൻ്റെ ചുടുചോര നുകരാനായിരുന്നു എന്നാണ് ആ ഗ്രാമത്തിലെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിരുന്നു അവർക്കന്ന് അനുഭവപ്പെട്ടത്. എന്നാൽ തൻ്റെ കുഞ്ഞിനെയും ഭാര്യയെയും രക്ഷിക്കാനായി മണിയൻ ഒരുപാട് സൂത്രങ്ങൾ അവിടെ പ്രയോഗിക്കാൻ തുടങ്ങി. എന്നാൽ കുളമ്പനോട് ആദ്യമായി സംസാരിച്ചതും മണിയനായിരുന്നു. കുളമ്പന് മനുഷ്യഭാഷ വ്യക്തമായും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കുളമ്പനും മണിയനും തമ്മിൽ ഒരു കരാറിൽ ഏർപ്പെട്ടു. കുളമ്പൻ തൻ്റെ ഭാര്യയുടെ ഉദരത്തിലെ കുഞ്ഞിനെ നൽകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ മണിയൻ കുളമ്പനോടായി പറഞ്ഞു, ഇതെന്റെ ആദ്യത്തെ കുഞ്ഞാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ തരാം, പകരം നീ എനിക്ക് എന്ത് തരും? ആ ഒരു സംഭാഷണത്തിൽ കുഴഞ്ഞുപോയ കുളമ്പൻ കുറച്ചു സമയം ചിന്തിച്ചു നിന്നു. എന്നിട്ട് അതിന് പകരമായി നീ ചോദിക്കുന്നത് എന്തും തരാമെന്ന ഒരു വരം നൽകി. എന്നാൽ മണിയൻ ഒരു കാര്യം കൂടെ ചോദിച്ചു. എൻ്റെ വരം ഞാൻ ഇപ്പോൾ ചോദിക്കില്ല, ഞാൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ ചോദിക്കുന്നതാണ് പതിവ്. മനുഷ്യർക്കും പിശാചുകൾക്കും ഒരു ശക്തി ഉള്ളതുപോലെ തന്നെ അവർക്കൊരു ദുർബല ശക്തി കൂടെ ഉണ്ടായിരുന്നു. കുളമ്പന്റെ ആ ദുർബല കഴിവെന്ന് പറഞ്ഞത് തൻ്റെ അമ്മയുടെ മരണമായിരുന്നു. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. ഒരു വളരെ താഴ്ന്ന സമുദായത്തിൽ ജനിച്ച ഈ കുഞ്ഞ് മനുഷ്യരെ പോലെയായിരുന്നില്ല. ആ കുഞ്ഞിൻ്റെ കാലുകൾ മനുഷ്യരുടേതുപോലെ ആയിരുന്നില്ല, കുതിരക്കാലുകൾ പോലെയായിരുന്നു. കുതിരയുടെ തിളങ്ങുന്ന കുളമ്പ് പോലെയുള്ള കാല്. മനുഷ്യൻ്റെയോട് മുഖം അത്ര വ്യക്തമായിരുന്നില്ല. ഒരു കണ്ണ് ചുവപ്പും ഒരു കണ്ണ് കറുപ്പുമായിരുന്നു. അങ്ങനെ ആ കുഞ്ഞ് ജനങ്ങൾക്കിടയിൽ വളരാൻ തുടങ്ങി. എന്നാൽ ആ ഓരോ വളർച്ചക്കിടയിലും ആ കുഞ്ഞിനെ എല്ലാവരും കളിയാക്കി പരിഹസിക്കാൻ തുടങ്ങി. അതിൽ മനംനൊന്ത കുളമ്പന്റെ അമ്മ കുളമ്പന് ചോറിൽ വിഷം കൊടുത്ത് താനും അവിടെ ആത്മഹത്യ ചെയ്തു. പിന്നീട് അവരുടെ ശവം പോലും അടക്കാൻ ആ നാട്ടുകാർ തയ്യാറായില്ല. അവിടെ തന്നെ അഴുകി ദ്രവിച്ച് ആ ഒരു ശവശരീരം മണ്ണോട് മണ്ണായി ചേർന്നു. അതിനുശേഷമാണ് ആ ഒരു ഗ്രാമത്തിൽ, ആ ഒരു പ്രദേശത്ത് ഇന്നും രാത്രി ഒരു കുളമ്പടി ശബ്ദം കേൾക്കുന്നത്. ആ സമയത്ത് നിരവധി ആളുകളെ കുളമ്പന്റെ ആത്മാവ് വന്ന് കൊല ചെയ്ത് മടങ്ങുമായിരുന്നു. അതിങ്ങനെ തുടർക്കഥയായപ്പോൾ ആ ഗ്രാമത്തിലെ നിവാസികൾ പുറമെ നിന്നും ചില മന്ത്രവാദികളെ കൊണ്ടുവന്ന് കുളമ്പന്റെ ആത്മാവിനെ അടക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ കുളമ്പന്റെ ആത്മാവിനെ അവർക്കാർക്കും അടക്കാൻ സാധിച്ചില്ല. എന്നാൽ ഒരു വ്യവസ്ഥയോടെ കുളമ്പൻ ആ നാട്ടിൽ നിന്നും വിട്ടുപോകാമെന്ന് പറഞ്ഞു. ആ ഒരു വ്യവസ്ഥയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുളമ്പന് കിട്ടിയ ആ ഒരു വരം. വർഷത്തിൽ 2 തവണ ഈ ഗ്രാമത്തിൽ വന്ന് ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ ചുടുരക്തം നുകരാൻ അനുവാദം നൽകിയിരുന്നു അന്നത്തെ ആ ഒരു ആവാഹനത്തിൽ. അങ്ങനെയായിരുന്നു കുളമ്പന്റെ ആത്മാവ് അവിടെ നിന്നും രക്ഷപ്പെട്ടത്. മണിയന് ഈ കഥകളൊക്കെ അറിയാമായിരുന്നിട്ടും മണിയൻ അവരെ രക്ഷിക്കാനായി ആ ഒരു കുളമ്പനോട് വാദപ്രതിവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരുന്നു. ആ സമയത്തായിരുന്നു മണിയന്റെ കാളവണ്ടിയിൽ നിന്നും ഒരു കുഞ്ഞ് കരയുന്ന ശബ്ദം കേട്ടത്. ആ സമയമായപ്പോഴേക്കും മണിയന്റെ ഭാര്യ എന്തോ പ്രസവിച്ചിരുന്നു. ആ സമയത്ത് കുളമ്പന് അതിയായ ദേഷ്യം വന്നതുകൊണ്ട് തന്നെ കുളമ്പൻ മണിയന് നേരെ പാഞ്ഞെടുത്ത് തൻ്റെ കാലുകൾ കൊണ്ട് ഒരു തൊഴി നൽകി. മണിയൻ അവിടെ നിന്നും മാറി ഒരുപാട് ദൂരേക്ക് തെറിച്ചുപോയി. എന്നിട്ട് പുറകിൽ നിൽക്കുന്ന ഇന്ദുവിൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് ചെന്നു. ആ സമയത്ത് കുളമ്പൻ കണ്ട കാഴ്ച തൻ്റെ കുഞ്ഞിനെ മാറോടണച്ച് നിൽക്കുന്ന മണിയൻ്റെ ഭാര്യയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും ദുർബലമായ ഒരു കാര്യമായിരുന്നു അമ്മയെയും കുഞ്ഞിൻ്റെയും സ്നേഹം കാണുമ്പോൾ അവിടം കുളമ്പൻ എല്ലാം മറക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്നും ആ കുളമ്പൻ ആ ഒരു കാഴ്ചയും കണ്ട് അപ്രത്യക്ഷനായി മാറി. കുളമ്പൻ്റെ കഥകൾ ആ ഒരു ഗ്രാമത്തിൽ പിന്നീട് ഒരുപാട് പേരറിഞ്ഞു. അങ്ങനെ പലരും പല പരീക്ഷണങ്ങളും നടത്താനായി ആ ഗ്രാമത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു.
എന്നാൽ ആർക്കു മുന്നിലും കുളമ്പൻ പ്രത്യക്ഷപ്പെട്ടില്ല. എന്നാൽ ഒരിക്കൽ ഗ്രാമത്തിൽ നിന്നും വന്ന ഒരു രാജു എന്ന് പറഞ്ഞ ഒരു യുവാവിന് മുന്നിൽ കുളമ്പൻ പ്രത്യക്ഷപ്പെട്ടു. വൈൽഡ് ഫോട്ടോഗ്രാഫി നുകരാനായി വന്നതായിരുന്നു രാജു ആ കാട്ടിലേക്ക്. അങ്ങനെ ഉൾക്കാടുകളിലേക്ക് പോകുന്ന സമയത്ത് മാനിനെയും മയിലിനെയും ചെറിയ ചെറിയ കുട്ടിത്തേവാങ്കുകളെയൊക്കെ ക്യാമറയിൽ പകർത്തി മുന്നോട്ട് നീങ്ങുമ്പോഴായിരുന്നു പെട്ടെന്ന് ഒരു കുളമ്പടി ശബ്ദം കേട്ടത്. പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രാജുവിൻ്റെ മനസ്സിൽ മുഴുവൻ ഒരു കുതിര പാഞ്ഞു വരുന്ന ഒരു രൂപമായിരുന്നു. അത് ക്യാമറയിൽ പകർത്താമെന്ന് തന്നെയായിരുന്നു രാജുവിൻ്റെ മനസ്സിലുള്ള ആശയം. എന്നാൽ തനിക്ക് മുന്നിലേക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരു കുതിരയായിരുന്നില്ല, പകരം മനുഷ്യൻ്റെ രൂപമുള്ള കുതിരക്കാലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ വിചിത്രമായി ചിന്തിക്കുകയാണെങ്കിൽ ആ ഗ്രാമത്തിലേക്ക് വരുന്ന പലരുടെയും മുന്നിൽ കുളമ്പൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ ഗ്രാമത്തിൽ കുളമ്പൻ ഒരു പേടി സ്വപ്നമായി മാറി. ചിലർ കുളമ്പനെ ആരാധിക്കാനും തുടങ്ങി. അതിനായി കുളമ്പന് വേണ്ടി അവിടെ ഒരു ക്ഷേത്രം വരെ പണി കഴിപ്പിച്ച ജനങ്ങളുണ്ട്. ഇത് അല്പം വിചിത്രമായ കഥ തന്നെയാണ്. പണ്ടുകാലത്ത് ചില പേടി സങ്കല്പങ്ങൾ നമ്മൾക്ക് ചുറ്റും ഉണ്ടായിട്ടുണ്ടാവാം. നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരും നമ്മളോട് പറഞ്ഞ ചില കഥകളിൽ ചില രാക്ഷസന്മാർ, ചില പ്രത്യേക രൂപങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വന്ന് നമ്മളെ കൊണ്ടുപോകുമെന്ന് പേടിപ്പിച്ച ചില കഥകളുണ്ടാവും. അതുപോലെ തന്നെയുള്ള ഒരു കഥ തന്നെയാണ് ഇത്. എന്നാൽ ഈ ഒരു ഗ്രാമത്തിലെ കുളമ്പൻ എന്ന ഈ സങ്കല്പം സത്യമായിരുന്നു. ഇന്നും ആ ഗ്രാമക്കാർ വിശ്വസിക്കുന്നു കുളമ്പൻ എപ്പോഴും ആ കാടിനകത്ത് നടക്കുന്നു എന്ന്. ആരുടെ മുന്നിലും എപ്പോഴും എത്താൻ തയ്യാറാണെന്ന മട്ടിൽ. എന്നാൽ പിന്നീട് അങ്ങോട്ട് നിറഗർഭിണികളുടെ വയറിനകത്ത് കുഞ്ഞിൻ്റെ ചോര കുടിക്കാനായി കുളമ്പൻ ആ ഗ്രാമത്തിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ കാരണമൊന്നും വ്യക്തമല്ല. എൻ്റെ ഈ ഫോളോവർ എന്നോട് ഈ കഥ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചതും ഇത് തന്നെയായിരുന്നു. പിന്നീട് എന്തുകൊണ്ട് കുളമ്പൻ ആ ഗ്രാമത്തിലേക്ക് വന്നില്ല? അതിന് ആ ഗ്രാമവാസികൾക്ക് ആർക്കും തന്നെ ഉത്തരമില്ല. എന്നാലും കുളമ്പൻ എന്നെങ്കിലും അവരുടെ ഗ്രാമത്തിലേക്ക് ഇനിയും വരുമെന്ന് തന്നെയാണ് ചില ഗർഭിണികളുടെ മനസ്സിൽ മുഴുവൻ. അതൊരു പേടി സ്വപ്നം കൂടെയാണ്. ഇത്തരത്തിലുള്ള കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടാവുന്നതാണ്. ഇത്തരത്തിലുള്ള കഥയുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ നമുക്ക് നേരിട്ട് കാണാം.